ഹലോ ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പ്രഭാസിൻ്റെ വരാനിരിക്കുന്ന സിനിമകൾ ഏതെല്ലാമാണെന്ന്. അപ്പോൾ ആ സിനിമകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യത്തെ സിനിമയാണ് നമ്മുടെ പ്രഭാസിൻ്റെ ഈ അടുത്തതായിട്ട് പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമയാണ് രാജാ സാബ് എന്ന സിനിമ. ഈ സിനിമയുടെ ട്രെയിലറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു ഹൊറർ കോമഡി സിനിമയാണ്. പ്രഭാസ് ആദ്യമായിട്ടാണ് ഒരു ഹൊറർ കോമഡി സിനിമ ചെയ്യുന്നത്. എന്തായാലും ഈ സിനിമ ജനുവരി സിനിമ റിലീസ് ചെയ്യും. പിന്നെ ഈ സിനിമയുടെ VFX എല്ലാം വളരെ മോശമായിട്ടാണ് തോന്നിയത് സിനിമയുടെ ട്രെയിലറിൽ കണ്ടപ്പോൾ. എന്തായാലും സിനിമ നന്നായി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും പിന്നീട് പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമയാണ് നമ്മുടെ ഫൗജി എന്ന സിനിമ. നമ്മുടെ ദുൽഖർ സൽമാൻ്റെ സീതാരാം എന്ന സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറാണ് ഈ സിനിമ ചെയ്യുന്നത്. എന്തായാലും ഈ സിനിമ ഒരു ആർമി ബേസ്ഡ് സിനിമയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ സിനിമയ്ക്കും ഒരു ഹൈപ്പുണ്ടെന്ന് പറയാം. പിന്നീട് വരാനിരിക്കുന്ന സിനിമയാണ് നമ്മുടെ സന്ദീപ് റെഡ്ഡി സംവിധാനം ചെയ്യുന്ന നമ്മുടെ സ്പിരിറ്റ് എന്ന സിനിമ. ഈ സിനിമയ്ക്ക് വളരെയധികം വലിയൊരു ഹൈപ്പാണുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കൊറിയയിൽ നിന്ന് നമ്മുടെ ഡോങ്ലി അങ്ങനെയൊക്കെ വരുന്നുണ്ട്. എന്തായാലും കൊറിയയിലെ വലിയൊരു സൂപ്പർ സ്റ്റാറാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹമൊക്കെ വലിയ റോളിൽ ഈ സിനിമയിൽ വരുന്നുണ്ട്. എന്തായാലും ഈ സിനിമയ്ക്ക് വളരെ ഹൈപ്പിലാണ് ഈ സിനിമ പുറത്തിറങ്ങാനിരിക്കുന്നത്. എന്നാലും പിന്നീട് നമ്മുടെ പ്രഭാസിൻ്റെ വരാനിരിക്കുന്ന സിനിമയാണ് നമ്മുടെ സലാർ 2. സലാർ 1 ഏകദേശം നമ്മുടെ തിയേറ്ററിൽ ആവറേജ് റിവ്യൂ ഒക്കെ കിട്ടിയൊരു സിനിമയായിരുന്നു. പിന്നീട് OTTയിലേക്ക് റിലീസ് ചെയ്ത് വലിയ സ്വീകാര്യതയാണ് സിനിമയ്ക്ക് കിട്ടിയത്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലാണ് സിനിമ കത്തിയതെന്ന് പറയാം. എന്നാലും സലാർ 2ലേക്ക് വരുമ്പോൾ വലിയൊരു പ്രതീക്ഷ ഉള്ളത് നമ്മുടെ പ്രശാന്തിൽ KGFനേക്കാൾ മുകളിൽ എത്തിക്കാൻ ശ്രമിക്കുകയെന്ന് കേൾക്കുന്നത് സലാർ 2. അല്ല, അങ്ങനെ വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും സലാർ 2 വേറെ ലെവലാവട്ടെ എന്നൊക്കെ പറയാം. എന്തായാലും പ്രഭാസിൻ്റെ അടുത്തതായി റിലീസ് ചെയ്യാനിരിക്കുന്ന മറ്റൊരു സിനിമയാണ് നമ്മുടെ നാഗാശ്വിൻ സംവിധാനം ചെയ്ത കൽക്കി സിനിമയുടെ സെക്കൻഡ് പാർട്ട്. എന്തായാലും ഈ സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പുണ്ടെന്ന് പറയാം. കാരണം നമ്മുടെ ബാഹുബലി 1 അങ്ങനെ നിർത്തിയോ അതുപോലെ തന്നെയാണ് കൽക്കി സിനിമയെ നിർത്തിയിട്ടുള്ളത്. സെക്കൻഡ് പാർട്ട് എന്തായാലും വേണമെന്ന രീതിയിലാണ് സിനിമ നിർത്തിയിട്ടുള്ളത്. അത് സിനിമ ഒരു വേറെ ലെവൽ പടമായിട്ടായിരുന്നു തോന്നിയത്. അതിൽ ഈ സിനിമയ്ക്കും വളരെയധികം ഹൈപ്പുണ്ടെന്ന് പറയാം. ഈ സിനിമ ഏകദേശം നമ്മുടെ 2028-29 ആകുമ്പോഴേക്കും സിനിമ റിലീസ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ കൽക്കി 2 വേറെ ലെവലാകുമെന്ന് പറയാം. പിന്നീട് നമ്മുടെ രാജമൗലിയുടെ ബാഹുബലി ഫ്രാഞ്ചൈസിലെ നമ്മുടെ ബാഹുബലി ആനിമേഷൻ സിനിമ ഒന്ന് വരുന്നുണ്ട്. ബാഹുബലി എറ്റേണൽ വാർ എന്നാണ് സിനിമയ്ക്ക് പേര് കൊടുത്തിട്ടുള്ളത്. അതിൽ വലിയ ഹോളിവുഡ് കമ്പനികളൊക്കെയാണ് സിനിമയ്ക്ക് ആനിമേഷൻ ചെയ്യണമെന്ന് കേൾക്കുന്നു. എന്തായാലും ഈ സിനിമയുടെ ഒരു ടീസറൊക്കെ വന്നിട്ടുണ്ടാകും. ടീസറൊക്കെ വേറെ ലെവലായിട്ടാണ് തോന്നിയത്. എന്തായാലും ഈ പടത്തിന് ഏകദേശം നല്ലൊരു പ്രതീക്ഷ ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ പ്രഭാസിൻ്റെതായിട്ട് റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമകൾ. ഇതിൽ ഏത് സിനിമയാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്.